പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 റിലീസിന് തലേന്നുണ്ടായ ദാരുണ സംഭവങ്ങൾ. ആരാധകരുടെ തള്ളിക്കയറ്റവും മരണവും വിവാദവും താരത്തിന്റെ അറസ്റ്റുമൊക്കെ. ഒടുവിൽ ഇതാ കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിൽ 11ാം പ്രതിയാണ് അല്ലു അർജുൻ. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ പരിസരത്തായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ദാരുണ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇങ്ങ് കേരളത്തിലേക്ക് കടന്നാൽ ക്രൂരതയുടെ നേർക്കാഴ്ചയാണ് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്നത്. സ്വന്തം അച്ഛന്റെ സഹോദരനെയാണ് വെട്ടിക്കൊന്നത്. ഈ ക്രൂരകൃത്യം നടത്തിയതാകട്ടെ ഇരട്ട സഹോദരങ്ങളും. പണത്തിനു മുൻപിൽ സ്വന്തവും ബന്ധവും ഇല്ലാതാകുന്ന അവസ്ഥ ഒരു വശത്ത് അരങ്ങേറുകയാണ്. അപ്പോഴാണ് മറുവശത്ത് സ്വന്തം കൊച്ചുമകൻ ആത്മഹത്യ ചെയ്ത വിവരമറിഞ്ഞ് ജീവനൊടുക്കിയ മുത്തശ്ശിയുടെയും സഹോദരിയുടെയും വാർത്ത കൂടി പുറത്തു വരുന്നത്. കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളിലേക്ക് വിശദമായി തന്നെ നമുക്ക് പോകാം. പോലീസ് പട്രോളിലേക്ക് സ്വാഗതം. സൂപ്പർ താര ചിത്രങ്ങളുടെ റിലീസിനിടെ തിക്കും തിരക്കുമൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. പക്ഷെ അതിനിടയിൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം രാജ്യത്ത് തന്നെ ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 റിലീസ് തലേന്ന് രാത്രി ഹൈദരാബാദ് സന്ധ്യ തിയേറ്ററിലുണ്ടായ ആ ദാരുണ സംഭവം. ഒരു വർഷം പിന്നിടുമ്പോൾ കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. ആരാധകരുടെ പ്രിയപ്പെട്ട അല്ലു അർജുൻ കേസിൽ 11ാം പ്രതിയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ 5-നായിരുന്നു പുഷ്പ 2 റിലീസ് നിശ്ചയിച്ചിരുന്നത്. അതിന് തലേന്ന് പ്രീമിയർ ഷോ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടക്കുന്നതിനിടെയാണ് യുവതി മരിച്ചത്. പിറ്റേന്ന് രാവിലത്തെ ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ എത്തിയവരാണ് തിയേറ്ററിന് പുറത്തുണ്ടായിരുന്നവർ. പ്രീമിയർ ഷോയ്ക്ക് അല്ലു അർജുൻ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് അവർ തടിച്ചുകൂടി. അതോടെ പോലീസിന് ആരാധകരെ നിയന്ത്രിക്കാനായില്ല. 35 വയസ്സുകാരിയായ രേവതിയാണ് മരിച്ചത്. ചവിട്ടേറ്റ നിലയിൽ രക്ഷാപ്രവർത്തകർ രേവതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അതിനു മുൻപേ മരിച്ചിരുന്നു. രേവതിയുടെ 9 വയസ്സുകാരനായ മകൻ ശ്രീതേജയ്ക്കും പരിക്കേറ്റിരുന്നു. തിയേറ്റർ ഉടമകളെ മുഖ്യപ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. ദൃക്സാക്ഷി വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലു അർജുനും പ്രതിയായി. തിയേറ്റർ ഉടമകളടക്കം ആകെ 23 പേരാണ് കേസിലെ പ്രതികൾ. മരിച്ച രേവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ ഡിസംബർ 13-നാണ് അല്ലു അർജുനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിയേറ്റർ ഉടമകളെ കൂടാതെ അല്ലു അർജുന്റെ അംഗരക്ഷകരെയും പ്രതി ചേർത്തിരുന്നു. അറസ്റ്റിന് തൊട്ടു പിന്നാലെ തെലങ്കാന ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനാൽ താരത്തെ പിറ്റേന്ന് തന്നെ മോചിപ്പിച്ചു. കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയ ഹൈദരാബാദ് പോലീസ് 23 പ്രതികളുടെ പേരിലും കുറ്റപത്രം നൽകിയിട്ടുണ്ട്. തിയേറ്റർ ഉടമകളാണ് മുഖ്യപ്രതികൾ. 11ാമത്തെ പ്രതിയാണ് അല്ലു. മരിച്ച രേവതിയുടെ കുടുംബത്തെ അല്ലു അർജുൻ അനുശോചനം അറിയിച്ചിരുന്നു. കുടുംബത്തിന് താരവും തെലങ്കാന സർക്കാരും നഷ്ടപരിഹാരവും സാമ്പത്തിക സഹായവും നൽകി. കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഇനി കോടതി വിധിക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ന്യൂസ് 18. പണ്ടത്തെ പോലെയല്ല, ദിനം പ്രതി നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും അതിശയിപ്പിക്കുന്നതുമൊക്കെയാണ്. അത്തരമൊരു വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് വരുന്നത്. ഇടുക്കിയിൽ കൊല്ലപ്പെട്ടത് 47-കാരനാണ്. നെടുങ്കണ്ടം തേവാരമെട്ട് ഭോജൻ കമ്പനി സ്വദേശിയായ മുരുകേശനാണ് കൊല്ലപ്പെട്ടത്. ഈ വിഷയത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്നത് മറ്റൊന്നാണ്. മുരുകേശന്റെ സഹോദരന്റെ മക്കളായ ഇരട്ടകളാണ് ഈ കൃത്യം നടത്തിയത്. മുരുകേശനെ ഇരുവരും ചേർന്ന് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു.
കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. മുരുകേശന്റെ സഹോദരപുത്രന്മാരായ ഭുവനേശ്വർ, വിഘ്നേശ്വർ എന്നിവർ എത്തുകയും മുരുകേശനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഒരാൾ മുരുകേശനെ പിടിച്ചു നിർത്തി, മറ്റേയാൾ കൃത്യം നടത്തി. സംഭവത്തിനു ശേഷം പ്രതികൾ രണ്ടു വഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. ഭുവനേശ്വർ സമീപത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വാങ്ങിയ ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. കൊലപാതകം നടത്തിയ വിവരം ഇവർ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട മുരുകേശന്റെ ഫോൺ ഉപയോഗിച്ചാണ് കുറ്റകൃത്യത്തെക്കുറിച്ച് ഇവർ ബന്ധുക്കളെ വിളിച്ചറിയിച്ചത് എന്നതും ശ്രദ്ധേയം. സാമ്പത്തിക തർക്കമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് വിവരം. കൃത്യം നടക്കുന്ന സമയം മുരുകേശനും കൊച്ചുകുട്ടിയും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. കുട്ടിയെയും ഇവർ ഭീഷണിപ്പെടുത്തി. സംഭവത്തിനു ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ സമീപ പ്രദേശത്തു നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. അതിർത്തി മേഖലയിലെ ഏലത്തോട്ടത്തിലെ ജോലിക്കാരായി എത്തിയ മൂവരും തമിഴ്നാട് സ്വദേശികളാണ്. യുവാക്കൾക്കെതിരെ തമിഴ്നാട്ടിൽ വിവിധ കേസുകൾ നിലവിലുണ്ട്. ഇവരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നത് മുരുകേശനാണ് എന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഏകദേശം ഇന്നലെ വൈകുന്നേരം 4-നും 4:45 ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്ന ഉടനെ പോലീസിന് വിവരം കിട്ടുകയും പോലീസ് ഏകദേശം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് 2 പ്രതികളാണുള്ളത്. മരണപ്പെട്ടയാളുടെ ജ്യേഷ്ഠൻ്റെ മക്കളാണ്, 2 പേരും ബന്ധുക്കളാണ്, തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള കോമ്പേ സ്വദേശിയായിട്ടുള്ള മുരുകൻ എന്ന് പറഞ്ഞ ആളാണ് മരണപ്പെട്ടത്. ഇതിൽ കൊലപാതകം നടത്തിയിരിക്കുന്ന റിയാൻ്റെ സഹോദരൻ്റെ മക്കളായ ഭുവനേശ്വരനും അവൻ്റെ സഹോദരനായിട്ടുള്ള വിഘ്നേശ്വരൻ എന്നീ 2 പേരാണ്. 2 പേരും ഏകദേശം 25 വയസ്സോളമുണ്ട്. അവർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇവർ മറ്റ് കേസുകൾ, തമിഴ്നാട്ടിലെ കേസുകൾ പ്രതികളാണെന്ന് പറയപ്പെടുന്നു. അത് സംബന്ധിച്ച് തർക്കങ്ങളും അത് സംബന്ധിച്ച് പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാനും അത് മുരുകൻ വിവരങ്ങൾ തമിഴ്നാട് പോലീസിന് കൈമാറിയെന്നും മറ്റുള്ള വിവരങ്ങൾ, പിന്നെ ഇവരുടെ മദ്യപാന സ്വഭാവവും മറ്റുമായിട്ട് ഇടയ്ക്കൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ ഒരു തർക്കത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇപ്രകാരം പ്രതികളെ ചോദ്യം ചെയ്യലെന്നും അപ്രകാരമുള്ള തർക്കത്തിൻ്റെ ഫലമാണ് ഈ പ്രകാരം ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് നമുക്ക് അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട്. ഇരുകൂട്ടരും തമ്മിൽ സാമ്പത്തിക തർക്കവും ഉണ്ടായിരുന്നു. അമിതമായി മദ്യപിച്ചാണ് ഇരട്ടകളായ പ്രതികൾ സംഭവ ദിവസം സ്ഥലത്തെത്തിയത്. പ്രതികളെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കുടുംബത്തിലെ ഒരാൾ മതി ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ തകരാൻ. അത്തരത്തിൽ ഒരു കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കണ്ണൂർ കൂത്തുപറമ്പ് നിവാസികൾ. ഒരു കുടുംബത്തിലെ 4 പേരുടെ ആത്മഹത്യയുടെ നടുക്കം മാറും മുൻപേ വീണ്ടും കണ്ണൂരിലെ കൂട്ട മരണ വാർത്ത നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തുകയാണ്. കൂത്തുപറമ്പ് നേർവേലിയിലാണ് ഇന്നലെ രാത്രിയോടെ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തത്. 20-കാരനായ കിഷൻ, അമ്മൂമ്മ റെജി, അമ്മൂമ്മയുടെ സഹോദരി റോജ എന്നിവരാണ് തൂങ്ങി മരിച്ചത്. വൈകിട്ട് 4 മണിയോടെയാണ് കിഷനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയത്ത് അമ്മുമ്മയും സഹോദരിയും ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അയൽവാസികളാണ് ഇവരെ കിഷന്റെ മരണവിവരം അറിയിച്ചത്. ഏറെ വിഷമത്തിൽ കാണപ്പെട്ട ഇരുവരും വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കിഷനെ സുഹൃത്തുക്കൾ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൊച്ചുമകന്റെ ചെയ്തിയിൽ മനോവിഷമം താങ്ങാനാകാതെ മുത്തശ്ശിയും സഹോദരിയും ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അധികം വൈകാതെ ഇരുവരും വീടിന്റെ 2 മുറികളിലായി തൂങ്ങി മരിക്കുകയും ചെയ്തു. കിഷന്റെ മരണം ജനറൽ ആശുപത്രിയിൽ വെച്ച് സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് വീട്ടിലെത്തിയപ്പോഴാണ് മുത്തശ്ശിയും സഹോദരിയും മരിച്ച വിവരം അറിയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പയ്യന്നൂർ രാമന്തളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കുടുംബ തർക്കത്തെ തുടർന്ന് മക്കളെ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് രാമന്തളിയിൽ കലാധരനും കുടുംബവും ആത്മഹത്യ ചെയ്തത്. ഇതോടെ കൂട്ടമരണങ്ങളുടെ നടുക്കത്തിലാണ് കണ്ണൂർ നിവാസികൾ. കണ്ണൂർ. കുട്ടികളോടുള്ള ലൈംഗികാതിക്രമം ഒരിക്കലും വച്ചു പൊറുപ്പിക്കാവുന്ന ഒന്നല്ല. ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കുട്ടികളോടായിരുന്നു ഒരു ലൈംഗിക മനോരോഗിയുടെ വൈകൃത പ്രകടനം. വൈകിയില്ല പിടിവീടാൻ. പോക്സോ കേസിൽ കഠിന തടവും പിഴയുമാണ് യുവാവിന് ശിക്ഷ കിട്ടിയത്. തിരുവനന്തപുരം വിളപ്പിൽ കാവുംപുറം കൊല്ലക്കോണം ചരുവിൽക്കോണം സ്വദേശി ബിജു എന്ന് വിളിക്കുന്ന ബിജുവിനെയാണ് ശിക്ഷിച്ചത്.
കാട്ടാക്കട അതിവേഗ പോക്സോ കോടതിയുടേതാണ് വിധി. കാട്ടാക്കട നൂലിയോട് ശ്രീലയം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് ബിജു എന്ന് വിളിക്കുന്ന ബിജു. 2023 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സ്കൂളിൽ നിന്ന് KSRTC ബസ്സിൽ വീട്ടിലേക്ക് യാത്ര ചെയ്ത 2 കുട്ടികൾക്ക് നേരെയാണ് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത്. കുട്ടികൾ കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചപ്പോൾ ബസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കുട്ടികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. 6 വർഷം കഠിന തടവാണ് ശിക്ഷ വിധിച്ചത്. 30,000 രൂപ അതിജീവിതകൾക്കും നൽകണം. കേസിൽ 22 സാക്ഷികളെ വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രമോദ് കോടതിയിൽ ഹാജരായി. കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി S. രമേശ് കുമാറാണ് ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 കാട്ടാക്കട. ഒപ്പം താമസിക്കുന്ന പങ്കാളിയോട് ക്രൂരത കാണിക്കാൻ മടിക്കാത്ത ചില ചെറുപ്പക്കാർ ഇപ്പോഴുമുണ്ട് നമ്മുടെ നാട്ടിൽ. സംശയം രോഗമായി വളരുമ്പോൾ ചെയ്യുന്ന ക്രൂരത പലപ്പോഴും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. കോടഞ്ചേരിയിൽ ഗർഭിണിയായ യുവതിയെ മുറിയിൽ പൂട്ടിയിട്ട് ഇസ്തിരിപ്പെട്ടുകൊണ്ട് പൊള്ളിച്ചായിരുന്നു യുവാവിന്റെ ക്രൂരപീഡനം. സംഭവത്തിൽ വേനപ്പാറ പെരുവെല്ലി സ്വദേശി ഷാഹിദ് റഹ്മാനെയാണ് കോടഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഒപ്പം താമസിച്ച യുവാവാണ് 28-കാരിയായ യുവതിയോട് കൊടും ക്രൂരത ചെയ്തത്. സംശയരോഗമാണ് ഷാഹിദ് റഹ്മാൻ എന്ന 28-കാരനെ ക്രൂരതയ്ക്ക് പ്രേരിപ്പിച്ചത്. ഇയാൾക്ക് ഒപ്പം താമസിക്കുന്ന യുവതിയെ എന്നും സംശയമായിരുന്നു. മറ്റ് ബന്ധങ്ങളുണ്ടെന്നാരോപിച്ച് യുവതിയെ ഷാഹിദ് ക്രൂരമായി പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. ചൂരപ്പാറയിലെ വീട്ടിൽ ദിവസങ്ങളോളം യുവതിയെ വീട്ടുതടങ്കലിലുമാക്കിയിരുന്നു. വായിൽ തുണി തിരുകി ശബ്ദം പുറത്തുവരാത്ത രീതിയിലാണ് ഇലക്ട്രിക് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി ദേഹമാസകലം പൊള്ളിച്ചത്. പ്ലാസ്റ്റിക് വയർ ഉപയോഗിച്ച് കഴുത്തുമുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ആരുമറിയാതെ ദിവസങ്ങളോളം ക്രൂരത അരങ്ങേറി. ഒരിക്കൽ ഷാഹിദ് വീട്ടിലില്ലാത്ത തക്കം നോക്കി മുറിയിൽ നിന്നും രക്ഷപ്പെട്ട യുവതി നാട്ടുകാരുടെ സഹായത്തോടെയാണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തിയത്. പരിക്കുകൾ ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് ഒപ്പം താമസിച്ചു വന്ന യുവാവ് പിടിയിലാകുന്നത്. വേനപ്പാറയ്ക്കടുത്ത് പെരുവില്ലി ചൂരപ്പാറ ഷാഹിദ് റഹ്മാനാണ് കേസിൽ അറസ്റ്റിലായത്. ഇയാളെ താമരശ്ശേരി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. കോടഞ്ചേരി, തിരുവമ്പാടി, താമരശ്ശേരി തുടങ്ങി വിവിധ സ്റ്റേഷനുകളിൽ പ്രതിയുടെ പേരിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിനും സ്ത്രീധന പീഡനം, അടിപിടി എന്നിവയ്ക്കും 7ഓളം കേസുകൾ ഉള്ളതായും പോലീസ് പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. സാമൂഹ്യ വിരുദ്ധരായ ഒട്ടനവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യത്തിൽ വേണം ജീവിക്കാനെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. സ്വന്തം വീടിന്റെ പരിസരത്ത് പോലും സുരക്ഷയില്ലാത്ത അവസ്ഥ. കാസർഗോഡ് കുമ്പളയിൽ യുവതിയെ കടന്നു പിടിച്ച യുവാവ് അറസ്റ്റിലായെന്ന വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. വസ്ത്രങ്ങൾ അലക്കുകയായിരുന്ന യുവതിയെ അപ്രതീക്ഷിതമായി എത്തിയ യുവാവ് കെട്ടിപ്പിടിക്കുകയായിരുന്നു. കോയിപ്പാടി പെർവാഡിലെ ജിതേഷിനെയാണ് കുമ്പള പോലീസ് പിടികൂടിയത്.
വീടിന് പിറകുവശത്ത് തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന യുവതിയെ കെട്ടിപ്പിടിച്ച് മാനഭംഗപ്പെടുത്തിയതായാണ് പരാതി. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഭർത്തൃമതിയായ 34-കാരി വീടിന് പിറകുവശത്ത് തുണി അലക്കുകയായിരുന്നു. ഇതിനിടയിൽ പിന്നിൽ നിന്നെത്തിയ ജിതേഷ് ലൈംഗിക ഉദ്ദേശത്തോടെ കെട്ടിപ്പിടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. എതിർത്തപ്പോൾ മുന്നിൽ നിന്ന് വീണ്ടും കയറിപ്പിടിച്ച് മാനഹാനി വരുത്തിയെന്നാണ് ആരോപണം. സംഭവത്തിൽ കുമ്പള പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോയിപ്പാടി പിർവാഡിലെ ജിതേഷിനെയാണ് കുമ്പള SI കെ ശ്രീജേഷ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയാഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ്. പാരടിപ്പാട്ടും കൊട്ടും മേളവുമായി ആഘോഷം പൊടി പൊടിക്കുന്നു. ആഘോഷമൊക്കെ കൊള്ളാം, എന്നാൽ പരിധി ലംഘിച്ചാൽ പിടി വീഴും. തിരൂരിൽ വിലക്ക് ലംഘിച്ച് പ്രകടനം നടത്തിയ DJ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനത്തിനായി എത്തിച്ച DJ വാഹനമാണ് പോലീസ് പിടിച്ചെടുത്തത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ ഉത്തരവുണ്ടായിരുന്നു. തിരൂർ നഗരത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി അനുമതിയില്ലാതെ നടത്തിയ DJ ആഹ്ലാദ പ്രകടനത്തിനെതിരെയാണ് പോലീസ് നടപടി. കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകളും ഘോരശബ്ദങ്ങളുമായി പ്രകടനം നടത്തിയ DJ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയാഹ്ലാദത്തിനായി എത്തിച്ചതായിരുന്നു DJ വാഹനം. തിരൂരിൽ പ്രകടനത്തിനെത്തിയ കുഞ്ഞാലി മരക്കാർ എന്നെഴുതിയ DJ വാഹനം രാവിലെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിരൂരിന് ശേഷം മാറാക്കര, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിലടക്കം ഇതേ വാഹനം പ്രകടനത്തിനായി എത്തേണ്ടതായിരുന്നു. എന്നാൽ അതിന് മുന്നോടിയായി തന്നെ DJ പ്രകടനത്തിന് പൂട്ടിട്ട് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതോടെ ഇനി മാറാക്കര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇനി ആഹ്ലാദ പ്രകടനത്തിന് DJ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പിറ്റേ ദിവസം UDF പ്രകടനം നടന്ന പെരിന്തൽമണ്ണയിൽ DJ ഇല്ലാത്തതിൽ പ്രകോപിതരായ UDF പ്രവർത്തകർ തന്നെ പ്രകടനം നിർത്തിവെപ്പിച്ചിരുന്നു. അനുമതിയില്ലാതെ ഘോരശബ്ദത്തോടെ പ്രകടനം നടത്തിയതിനാണ് DJ വാഹനം കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രകടനം നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഒപ്പം ലഹരി ഒഴുകുന്ന കാലവും. ലഹരിക്കടത്ത് പിടിക്കാൻ എക്സൈസും പോലീസും സദാ ജാഗരൂകരാണ്. അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധന ശക്തവുമാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ നടന്നത് വൻ ലഹരി വേട്ടയാണ്. MDMA-യുമായി 4 പേരാണ് പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും 10.5 ഗ്രാമോളം MDMA പിടികൂടി. തിരുവനന്തപുരം ജില്ലാ അതിർത്തി കടന്ന് കിളിമാനൂർ ഭാഗത്തേക്ക് ആഡംബരക്കാറിൽ ലഹരി സംഘങ്ങൾ യാത്ര ചെയ്തു വരുന്നതായി രഹസ്യവിവരം ലഭിക്കുകയായിരുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി K. സുദർശനന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘവും കിളിമാനൂർ പോലീസും സംയുക്തമായി പരിശോധന നടത്തുകയായിരുന്നു. കിളിമാനൂർ ജംഗ്ഷനിൽ നടത്തിയ വാഹന പരിശോധനയിൽ MDMA-യുമായി 4 പേർ പിടിയിലായി. പോത്തൻകോട് സ്വദേശി സ്കോർപിയോ അനീഷ് എന്ന് വിളിക്കുന്ന അനീഷ്, തോന്നക്കൽ സ്വദേശികളായ മുഹമ്മദ് ഷാഹിൻ, സിയാദ് എന്നിവരാണ് പോലീസ് പിടിയിലായത്.
ഇവരുടെ പക്കൽ നിന്ന് 10.5 ഗ്രാമോളം MDMA പിടികൂടി. 20 കൊല്ലം വരെ ശിക്ഷ ലഭിക്കുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള അളവാണിത്. പുതുവത്സരാഘോഷത്തിന്റെ മറവിൽ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇവർ ജയിലിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചത്. കഴിഞ്ഞ ആഴ്ച ഒട്ടനവധി കേസുകളിൽ പ്രതികളായ 4 യുവാക്കളെ മംഗലാപുരത്ത് വെച്ച് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിരുന്നു. നാർക്കോട്ടിക് സെൽ DYSP PK പ്രദീപ്, ആറ്റിങ്ങൽ DYSP P മഞ്ജുലാൽ, കിളിമാനൂർ പോലീസ് ഇൻസ്പെക്ടർ B ജയൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് നടപടികൾ. പുതുവത്സരം പ്രമാണിച്ച് ലഹരി സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടികളാണ് റൂറൽ പോലീസ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായി ജില്ലാ അതിർത്തി കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കിളിമാനൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയും പോറ്റിയുമൊക്കെ വലിയ രാഷ്ട്രീയ വിഷയമായി വളർന്ന ഘട്ടമാണിത്. അതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പോറ്റിയും ചേർന്നുള്ള ഫോട്ടോയും ദൃശ്യങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമൊക്കെ നിറയുന്നത്. സംഗതി കേസിലും അറസ്റ്റിലും വരെ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ അറസ്റ്റിലായ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സുബ്രഹ്മണ്യനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നിച്ചുള്ള ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് N സുബ്രഹ്മണ്യനെതിരെ സ്വമേധയായാണ് ചേവായൂർ പോലീസ് കേസെടുത്തത്. കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോസ്റ്റ് ഒഴിവാക്കാൻ സുബ്രഹ്മണ്യൻ തയ്യാറായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയിട്ടും സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷൻ എത്തിയതുമില്ല. ഇതോടെയാണ് ഇന്ന് രാവിലെ N സുബ്രഹ്മണ്യനെ ചെത്തുകടവിലെ വീട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ചേവായൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിശദമായ മൊഴിയെടുത്ത ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കേരളത്തിലെ പോലീസ് AKG സെന്ററിന്റെ അജണ്ട നടപ്പാക്കുകയാണ്. സ്വർണ്ണക്കൊള്ളക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രി നിൽക്കുന്ന ഒരു പടം ഷെയർ ചെയ്തത് കൊണ്ടാണ് എനിക്കെതിരെ കേസ്. അതേ പടം ഷെയർ ചെയ്ത BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസില്ല, അറസ്റ്റില്ല. എന്നെ രാവിലെ പ്രാതൽ പോലും കഴിക്കാൻ അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശമാണ്. ഇടയ്ക്കിടയ്ക്ക് CIക്ക് നിർദ്ദേശം. ആദ്യം എന്നോട് പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് എടുക്കണം എന്നാണ്. BJP നേതാക്കൾ ഉൾപ്പെടെ ചിത്രങ്ങൾ പങ്കുവച്ചെങ്കിലും സുബ്രഹ്മണ്യനെതിരെ മാത്രം കേസെടുത്തത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആരോപണം. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. വലിയ രാഷ്ട്രീയ വിഷയമായി വളരുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വലിയ കണ്ണികളെ തേടിയുള്ള അന്വേഷണവും തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി D മണിയിൽ തട്ടി നിൽക്കുകയാണ് അന്വേഷണ വഴികൾ. സ്വർണ്ണക്കടത്തിലെ പങ്കാളിത്തം സംശയിക്കുന്ന D മണി അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല. ഇതോടെ D മണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതേസമയം മണിയുടെ സാമ്പത്തിക വളർച്ചയിലും വൻ ദുരൂഹതയാണുള്ളത്. സാധാരണ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണി 6 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇയാളുടെ അതിവേഗത്തിലുള്ള വളർച്ച ഉൾപ്പെടെ SIT പരിശോധിക്കുകയാണ്. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നും അറിയില്ലെന്ന നിലപാട് D മണി ആവർത്തിച്ചു. പറയാനുള്ളതെല്ലാം SITയോട് പറഞ്ഞിട്ടുണ്ടെന്നും D മണി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് സംഘങ്ങളുടെ പങ്ക് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് D മണിയുടെ പേര് അന്വേഷണ പരിധിയിൽ വന്നതോടെ പുറത്തുവരുന്നത്. D മണിയും സംഘവും കേരളത്തിൽ ലക്ഷ്യമിട്ടത് 1000 കോടിയുടെ കവർച്ചയാണെന്നും ശബരിമല കൂടാതെ പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടതായും സൂചനകളുണ്ട്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയ വ്യവസായിയാണ് D മണിയെക്കുറിച്ചും വിഗ്രഹകടത്ത് സംഘത്തെക്കുറിച്ചും SITക്ക് മൊഴി നൽകിയത്. പിന്നീട് അന്വേഷണ സംഘം ഇയാളിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ അന്വേഷണവുമായി ഇയാൾ സഹകരിക്കാത്തതാണ് പ്രധാന വെല്ലുവിളി. SIT അന്വേഷിക്കുന്ന മണി താനല്ല എന്നും
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല എന്ന നിലപാടാണ് ഇയാൾ സ്വീകരിച്ചത്. തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലമടക്കം പരിശോധിക്കാനാണ് SIT നീക്കം. ഹൈക്കോടതി വിമർശനം നിലനിൽക്കുന്നതുകൊണ്ട് ദ്രുതഗതിയിൽ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയാണ് SIT. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസ്, N. വിജയകുമാർ എന്നിവരോട് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഹാജരായിട്ടില്ല. രാജ്യാന്തര ബന്ധമടക്കം പുറത്തുവരുന്ന സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയിലേക്ക് എത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് അന്വേഷണം കൈവിട്ടു പോകാതിരിക്കാൻ കോടതിയുടെ വിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് SIT. ന്യൂസ് 18 തിരുവനന്തപുരം. പുതുവത്സര ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. ആഘോഷങ്ങൾ പല വിധത്തിലും ഉണ്ടാകും. ആഘോഷങ്ങൾ ലഹരിയിൽ മുങ്ങിപ്പോകാതിരിക്കാൻ കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. ആഘോഷങ്ങളുടെ മറവിൽ അതിക്രമങ്ങളും മോഷണങ്ങളും ഒക്കെ പതിവ് കാഴ്ചയാകുന്ന കാലവുമാണിത്. എന്നാൽ പോലീസ് ശ്രദ്ധയോടെ റോന്ത് ചുറ്റുന്നുണ്ട് എന്ന് ഓർത്താൽ നന്ന്. എല്ലാ ആപത്തിൽ നിന്നും എപ്പോഴും നിങ്ങളെ പോലീസുകാർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളെ രക്ഷിക്കാൻ പലപ്പോഴും നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.